ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പാണ് വിവിധ സാമൂഹ്യ വിഷയങ്ങളും സർവീസ് കാര്യങ്ങളും സമൂഹത്തിലെ അശരണരായ, നിരാലംബരായ, നിരാശരായ ജനങ്ങളെ സഹായിക്കുകയും എന്നാൽ സാമ്പത്തിക വരുമാനമൊക്കെ ഉള്ള ആളുകളെയൊക്കെ അവരുടെ വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ കൊണ്ടുവരണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഗ്രീൻ ഗ്ലോബൽ എന്നൊരു ചാനൽ ആരംഭിച്ചത്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ അതിൻ്റെ ഒരു റീച്ചൊക്കെ വന്നപ്പോൾ ഗ്ലോബൽ മലയാളി ന്യൂസ് എന്ന് പറഞ്ഞത് തുടങ്ങി. പക്ഷേ അപ്പോൾ അത് പാർട്ട് ടൈം ആയിരുന്നു. എഡിറ്റർമാരെയും ഷൂട്ട് ചെയ്യുന്ന ആളുകളെയൊക്കെ പാർട്ട് ടൈമിലാണ് വെച്ചിരുന്നത്. അപ്പോൾ അവർ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുകയും കിട്ടുന്ന സമയം വന്ന് നമുക്ക് വർക്ക് ചെയ്ത് തരികയും ചെയ്തിരുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായിരുന്നത്. അത്ര പ്രൊഫഷണൽ ആയിരുന്നില്ല. ഒരു അമച്വർ ലൈനിലാണ് ആ വീഡിയോകൾ കൊണ്ടുപോയത് ചാനൽ. പക്ഷേ എന്നാൽ ആളുകളുടെ ഒരു ഡിമാൻഡ് വരികയും നല്ല സപ്പോർട്ട് വരികയും ചെയ്തപ്പോൾ ഒരു പ്രൊഫഷണൽ വീഡിയോ ചെയ്യണം, ഒരു ചാനൽ തുടങ്ങണം എന്ന ആഗ്രഹത്തിൽ നിന്നാണ് സുഭാഷിതം തുടങ്ങുകയും ഇപ്പോൾ 15 മാസത്തോളം ആകുന്നു. ഏകദേശം 1.5 വർഷത്തോളം ആകുന്നു. ഈ 14-15 മാസം കൊണ്ട് വലിയ സബ്സ്ക്രിപ്ഷൻ കിട്ടി. 17,000 പേർ സബ്സ്ക്രിപ്ഷൻ വന്നു. ലക്ഷക്കണക്കിന് ആളുകൾ വീഡിയോ കണ്ടു. 3 ലക്ഷം ആളുകൾ കണ്ട വീഡിയോ ഉണ്ട്, 2 ലക്ഷം ആളുകൾ കണ്ട വീഡിയോ ഉണ്ട്. ഇന്നലെ ഇട്ട പ്രളയത്തിൻ്റെ വീഡിയോ 1 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ വിവിധ വിഷയങ്ങൾ എടുക്കുകയും ചെയ്തു. 66,000 പേര് വന്ന അംഗനവാടിക്കാരുടെ വിഷയം നമ്മൾ വളരെ ഗൗരവമായി എടുത്തിരുന്നു. പെൻഷൻകാരുടെ വിഷയം എടുത്തിരുന്നു. അംഗനവാടി പെൻഷൻകാരുടെ വിഷയം എടുത്തിരുന്നു. നമ്മൾ എടുത്തത് കൊണ്ടല്ല, ചില പ്രശ്നങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിൽ വന്നു എന്നുള്ളത്. അതിലവർക്ക് എന്ത് കിട്ടി എന്ത് കിട്ടിയില്ല എന്നൊരു കണക്കിപ്പം ഞാൻ എടുക്കുന്നില്ല. അതൊക്കെ അവർ തന്നെ തീരുമാനിച്ചോട്ടെ. എനിക്കൊരു കണക്കെടുക്കാൻ കഴിയില്ല അങ്ങനെ. പക്ഷേ നമ്മൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വല്ലാതെ അവരുടെ പ്രശ്നങ്ങൾ പറയുക ഇടപെടുകയൊക്കെ ചെയ്തപ്പോൾ പിന്നെ അങ്ങനെ വേണ്ട, ഒരു വിഭാഗത്തിൻ്റെ മാത്രം സജീവമായി പറയണ്ട എന്ന് വിചാരിച്ചാണ് നമ്മൾ ആശാ വർക്കേഴ്സിൻ്റെ ഒരുപാട് സമരങ്ങൾ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഭരണകൂടങ്ങളെ നമ്മൾ അവർ ചെയ്യുന്ന തെറ്റുകളെ നഖശികാന്തം കണ്ണടച്ച് എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് സർവീസ് സംഘടനയിൽപ്പെട്ട ആളുകളുടെ സർവീസ് മാറ്ററുകൾ വളരെ വിഷയമായി വന്നു. DA, DR, പെൻഷൻ, EPF അങ്ങനെ തുടങ്ങിയ ക്ഷേമനിധി പെൻഷൻ, ഇങ്ങനെയുള്ള ശമ്പള പരിഷ്കരണം, ഈ വിഷയങ്ങൾ വന്നു. അപ്പോൾ നമ്മൾ അതും ഏറ്റെടുത്തു. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു യൂട്യൂബർ അല്ല, നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഒരു അക്കാഡമീഷ്യനാണ്. സയൻറ്റിസ്റ്റായിട്ട് നിരവധി സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. ഡയറക്ടറായി സർവീസിൽ നിന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാറിയ ആളാണ്. പെൻഷൻ പറ്റിയോ എന്ന് ചോദിച്ചാൽ അല്ല. അതുകൊണ്ട് തന്നെ പെൻഷൻ ആനുകൂല്യങ്ങളൊന്നും കിട്ടിയിട്ടുമില്ല. അപ്പോൾ എൻ്റെ ഫിനാൻസ് കണ്ടെത്തണം, അതിനു പുറമെ ഈ ചാനലിൻ്റെ ഫിനാൻസ് കണ്ടെത്തണം. നമ്മൾ കുടുംബമായി താമസിക്കുന്ന വീട്ടിൽ ഇത് നടത്താൻ കഴിയാത്തതുകൊണ്ട് വീടിനോട് ചേർന്നൊരു ഓഫീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയ ഓഫീസാണ്. ക്യാമറ വാങ്ങിയിട്ടുണ്ട്. അതിനേക്കാൾ പുറമെ പ്രൊഫഷണലായി നിങ്ങൾക്ക് മനസ്സിലാവും, തമ്പായാലും ടൈറ്റിലായാലും 8-10 വീഡിയോ 3 ചാനലിൽ ഒരു ദിവസം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും വീഡിയോസ് ഇരുന്ന് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടൻറ്റ് കണ്ടെത്തണം, മാറ്റർ എടുക്കണം, അത് സ്ക്രിപ്റ്റ് പോലെ ആക്കണം, അത് പറയണം, പിന്നെ അത് ഷൂട്ട് ചെയ്യണം, എഡിറ്റ് ചെയ്യണം. കുറച്ച് പ്രോസസ്സുണ്ട്. ഒരു 4-5 മണിക്കൂർ ഒരു ദിവസം നമ്മൾ ചിലവഴിച്ചിട്ടാണ് ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യപ്പെടുന്നത്. അതിന് വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽ ആളുകൾക്ക് ശമ്പളം കൊടുക്കുകയും വേണം. വളരെ പ്രൊഫഷണൽ ആളുകളാണ് അവർക്ക് ശമ്പളം കൊടുത്തേ കഴിയും. സാധാരണ 2 ടൈപ്പിലാണ് വീഡിയോകൾ വരുന്നത് യൂട്യൂബിൽ. ഒന്ന് എൻ്റർടൈൻമെൻറ്റ്, പാചകം, അങ്ങനത്തെ ഉള്ള ടൈപ്പ് വീഡിയോസ്. അതിന് വലിയ റീച്ചുണ്ട്. അത് അവർ തന്നെ അങ്ങ് ഇടുകയാണ്. അവർ തമ്പും മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ അവർ തന്നെ അങ്ങ് ഇടുകയാണ്. പലരും ഹൈ റെസൊല്യൂഷൻ മൊബൈലിലൊക്കെ ഷൂട്ട് ചെയ്ത് അങ്ങ് ഇടുകയാണ് ചെയ്യുന്നത്. അതങ്ങനെ അങ്ങ് പോകും. പിന്നൊരു വിഭാഗം പ്രൊഫഷണലായി ആളെ വെച്ച് ചെയ്യുന്ന, സ്റ്റുഡിയോ ഒക്കെ വെച്ച് ആളെ വെച്ച് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. പിന്നൊരു വിഭാഗം അതൊന്നുമില്ല, അവർ എന്തെങ്കിലുമൊക്കെ പറയും, കിട്ടണമെങ്കിൽ കിട്ടും, വല്ലപ്പോഴും ഒരു വീഡിയോ ഇടും, പൈസ കിട്ടുന്നത് അവർക്ക് ലാഭം എന്നുള്ള നിലയിൽ പോകും. നമ്മളിത് സ്ഥിരമായി ആളെ വയ്ക്കുകയും സ്റ്റാഫിനെ വെക്കുകയും ഓഫീസ് പ്രവർത്തിപ്പിക്കുകയും ക്യാമറ ഒക്കെ പ്രവർത്തിപ്പിക്കുകയും ഒക്കെ ചെയ്ത് വളരെ പ്രൊഫഷണലായി പോകുന്നത് കൊണ്ടാണ് നമ്മുടെ വീഡിയോകൾക്ക് പലപ്പോഴും റീച്ച് കിട്ടുന്നത്. സർവീസ് സംഘടനകളുടെ വീഡിയോസൊക്കെ വലിയ റീച്ചാണ് കേരളത്തിൽ. അംഗനവാടികളുടെ വീഡിയോസൊക്കെ വളരെ റീച്ചാണ്. പിന്നെ ഇപ്പോൾ പ്രളയത്തിൻ്റെ ഒക്കെ വലിയ റീച്ചായിട്ട് പോകുന്നുണ്ട്. ശബരിമലയുടെ വിഷയങ്ങൾ ചെയ്തു, വളരെ റീച്ചാണ്. പക്ഷേ നമുക്ക് ഒരു ക്യാപിറ്റൽ കോസ്റ്റുമുണ്ട്, ഒരു റണ്ണിങ് കോസ്റ്റുമുണ്ട്. ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓഫീസ് ഉണ്ടാക്കിയ
സെപ്പറേറ്റ് ഉണ്ടാക്കിയതാണ്, അതിൻ്റെ കോസ്റ്റ്, ക്യാമറ വാങ്ങിയ കോസ്റ്റ്, അങ്ങനെ ഒരു ക്യാപിറ്റൽ കോസ്റ്റ് ഉണ്ട്. റണ്ണിങ് കോസ്റ്റ് ഉണ്ട്. റണ്ണിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ശമ്പളം കൊടുക്കുന്നതും എനിക്ക് എന്തെങ്കിലും ലാഭം കിട്ടുന്നതുമായിട്ടുള്ളതാണ് റണ്ണിങ് കോസ്റ്റ്. ഈ ശമ്പളം കൊടുക്കണം, അത് റണ്ണിങ് കോസ്റ്റാണ്. പിന്നെ ലാഭം കിട്ടണം. ഇപ്പോൾ ഇത് ബ്രേക്ക് ഈവൻ അല്ല എന്ന് പറഞ്ഞാൽ ലാഭനഷ്ടങ്ങൾക്ക് തീർന്നല്ല പോകുന്നത്. എല്ലാ മാസവും വരുമാനം വരുന്നുണ്ട്. ചില മാസങ്ങളിൽ കുറച്ച് കൂടുതൽ വരും, ചില മാസങ്ങൾ വളരെ കുറഞ്ഞാണ് വരുന്നത്. ഇത് ടാലി ആവുന്നില്ല. കഴിഞ്ഞ 1.5 വർഷമായി നോക്കുമ്പോൾ എക്സ്പെൻഡിച്ചറും ഇൻകവും തമ്മിൽ ടാലി ആവുന്നില്ല എന്ന് മാത്രമല്ല കയ്യിൽ നിന്ന് എക്സ്പെൻഡിച്ചർ വരികയാണ് കൂടുതൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിൽക്കുന്ന ടീമിനും നിൽക്കാൻ പറ്റില്ല. ഇത് എൻ്റെ CEO എന്നുള്ള നിലയിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ മെമ്പർഷിപ്പ് ഫീസ് വേണം, 99 രൂപ വെച്ചൊരു മെമ്പർഷിപ്പ് ഫീസ് വേണം. നിങ്ങൾ നോക്കൂ, വളരെ പ്രമുഖരായ ഒരുപാട് പേരുടെ ചാനലുകൾ ഫീസ് അടച്ചേ നമുക്ക് കാണാൻ പറ്റൂ. ഫീസ് അടയ്ക്കാൻ നമുക്ക് കാണാൻ പറ്റില്ല. ചാനൽ ചെറിയ വാർത്ത കേൾക്കാം, അകത്ത് കയറണം. ഓൺലൈൻ പത്രം വായിക്കണമെങ്കിൽ ഫീസ് അടയ്ക്കണം. എല്ലാ കാര്യത്തിനും ഫീസുണ്ട്. വ്യവസ്ഥാപിതമായ കുറേ യൂട്യൂബ് ചാനലുകാർ 10-25 വർഷം മുമ്പ് തുടങ്ങി, അല്ലെങ്കിൽ 20 വർഷം 10 വർഷമൊക്കെ മുമ്പ് തുടങ്ങിയ വ്യവസ്ഥാപിതമായ വലിയ യൂട്യൂബ് ചാനലുകാർക്ക് ഫ്രീ ആയിട്ട് കാണിക്കാൻ പറ്റും. പക്ഷേ നമ്മെപ്പോലുള്ളവർക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മെമ്പർഷിപ്പ് എടുക്കണം എന്നൊരു ഡിമാൻഡ് വെച്ചിട്ടും അതിന് വേണ്ടത്ര ഒരു റെസ്പോൺസ് നമ്മുടെ പ്രേക്ഷകർ തന്നില്ല. സംഭാവനയും പരസ്യവുമാണ് പിന്നെ ഉള്ള ഒരു കാര്യം. നമുക്ക് ഒരു പരസ്യം കിട്ടി, അത് പേയ്മെൻറ്റും കിട്ടി. പക്ഷേ വേറെ 2 പരസ്യക്കാർ നമ്മെ പറ്റിച്ചു. പരസ്യം ഇട്ടു, അവർ പൈസ തരുന്നില്ല. വിളിക്കുമ്പോൾ അവർ വേറെ ന്യായങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട്. പരസ്യം ഇടും, നമ്മൾ പരസ്യം മാസങ്ങളോളം ഇട്ടു, അവർ പൈസ തരാമെന്ന് പറഞ്ഞ് പൈസ തരുന്നില്ല. നമുക്ക് അവരെ തല്ലാൻ പറ്റുമോ? ഒരു പരിചയമില്ലാത്തവരാണ്. ഈ നമ്മുടെ നമ്പർ എടുത്ത് വിളിച്ചിട്ട് പരസ്യം ഇട്ടിട്ട് പൈസ തരുന്നില്ല. എഗ്രിമെൻ്റ് ഒന്നുമില്ല, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പരസ്യവും നമുക്ക് വേണ്ടത്ര കിട്ടുന്നില്ല. പിന്നെ സംഭാവനയാണ്. സംഭാവന എത്രയാണ് ആളുകൾക്ക് തരാൻ പറ്റുന്നത്? അതും ഒരു ഇൻകം സോഴ്സായി വരുന്നില്ല, അല്ല ഇൻകം സോഴ്സ് അല്ല. പിന്നെ അപ്പോൾ മുന്നിലുള്ള മാർഗം ഇത് നിർത്തുക എന്നുള്ളൊരു മാർഗ്ഗമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ പാർട്ട്ണർമാർ ആവശ്യമുണ്ടെന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതിപ്പോൾ 10-200 പേരെ കണ്ടിട്ടുള്ളൂ. അത്തരം വീഡിയോസിന് ഒരുപാട് പേര് കയറുന്നില്ല എന്നുള്ളതാണ്. അത് കൂടുതൽ ആളുകൾ കണ്ടെങ്കിൽ പാർട്ട്ണർമാർ വരും. NRIക്കാർ ഒരുപാട് പേര് നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട്. അവർക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഫിനാൻസ് സപ്പോർട്ട് ചെയ്യണം, എങ്കിലേ ഇത് മുമ്പോട്ട് പോകുള്ളൂ. ചാനൽ കുറച്ച് കാലം ഫിനാൻസ് സപ്പോർട്ട് ചെയ്താൽ തിരികെ കൊടുക്കാം എന്നൊരു കണ്ടീഷനൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഞാനിതിരുന്ന് വീഡിയോ ചെയ്ത് തിരികെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കുമുലേറ്റീവ് ഇൻകം എക്സ്പെൻഡിച്ചർ വന്നതിന് തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ബാധ്യത വരും. അതിന് ബാധ്യതകൾ എടുക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് തിരികെ കൊടുക്കില്ല എന്നുള്ള ഒരു റിസ്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ ലാഭം ഉണ്ടാവണമെങ്കിൽ തിരികെ കൊടുക്കാം. അതുകൊണ്ട് പാർട്ട്ണറാക്കാം. അപ്പോൾ പിന്നെ ലാഭം ഉണ്ടാവണമെങ്കിൽ അങ്ങനെ, നഷ്ടമാണെങ്കിൽ എല്ലാവരും കൂടി ഷെയർ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പാർട്ട്ണർമാരാവാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വരാം. സംഭാവന നൽകാൻ താല്പര്യമുണ്ടെങ്കിൽ വരാം. പരസ്യങ്ങൾ ആർക്കെങ്കിലും പിടിച്ചു തരാം. പക്ഷേ നമുക്ക് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി പിടിച്ചു തരുന്നവർ പൈസയും കൂടി തരും എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അല്ലാതെങ്കിൽ നമുക്ക് രണ്ട് പരസ്യം ഇട്ട് കൈ പൊള്ളിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ ചാനൽ ഓണം കഴിയുമ്പോൾ നിർത്തുന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. പിന്നെ വല്ലപ്പോഴും നമ്മുടെ പരിമിതമായ സൗകര്യങ്ങൾക്കകത്ത് നിന്നുകൊണ്ട്, ക്യാമറയും ഓഫീസൊക്കെ ഉള്ളത് കൊണ്ട് പരിമിതമായ സൗകര്യത്തിനകത്ത് നിന്നുകൊണ്ട് ചാനൽ മുന്നോട്ട് പോകും. എന്തായാലും അത് ഇന്നത്തെ പ്രതാപത്തിലും പ്രതീക്ഷയിലും പ്രത്യാശയിലും മുന്നോട്ട് പോകില്ല. ഓണം കഴിയുന്നതുവരെ ഈ മാസം ഇങ്ങനെ പോട്ടെ. നമ്മൾ ഒരു ദിവസം രാവിലെ ചാനൽ അങ്ങ് നിർത്തുന്നതല്ല. അങ്ങനെ നിർത്തുമ്പോൾ ആളുകൾക്കും തോന്നി ഇയാൾ എന്താണ് പെട്ടെന്ന് ചാനൽ നിർത്തി, ഇയാളെ പോലീസ് പിടിച്ചോ, അയാളെ കേസ് പറഞ്ഞോ എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് ചാനൽ നമ്മൾ സമ്പൂർണ്ണമായി ഈ ഒരു ഫുൾ ഫ്ലെഡ്ജിൽ ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് ഒരു ശരശയ്യാവസ്ഥയിലേക്ക് ചാനൽ പോവുകയാണ്. ഞാനിത് എന്തെന്ന് പറഞ്ഞെന്ന് വെച്ചാൽ, നമുക്കൊരു ലെവൽ വിട്ട് ഭാഷ കൊണ്ടോ മറ്റു രൂപത്തിലോ ആരെയും ഒന്നും പറയാനും കഴിയില്ല. ഇവിടെ പോപ്പുലറായിട്ടുള്ള ചാനലുകൾ ആരായാലും ഒന്നുകിൽ അവർക്ക് ഏതെങ്കിലും മതത്തിൻ്റെയോ ജാതിയുടെയോ രാഷ്ട്രീയ പാർട്ടിയുടെയോ പിൻബലം ഉണ്ടായിരിക്കും. കാരണം അവരുടെ ആളുകൾ ഇത് പരമാവധി കാണും. അല്ലെങ്കിൽ സാമ്പത്തികമായി ആരെങ്കിലും സഹായിക്കുന്നുണ്ടായിരിക്കും. ഞാൻ ഈ രംഗത്ത് വന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായല്ലോ. മൂന്നാമതല്ലെങ്കിൽ തറ ലാംഗ്വേജ് ആയിരിക്കും. ഇടയ്ക്ക് കേസ് വരും, വഴക്ക് വരും, പോലീസ് വരും, പിന്നെ നാനനഷ്ട കേസുകൾ വരും. അതെല്ലാം പറയാനും അതിലെല്ലാം ഫൈറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ റീച്ച് ആവും. കാരണം ആളുകൾ ഇടിച്ച് കയറി കാണും. എന്തിനാണ് ഇയാൾ അറസ്റ്റ് ചെയ്തത്, എന്താണ് ഇയാൾ ചെയ്ത തെറ്റ്, ഇയാൾ അങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം.
ചില സ്ഥാപനങ്ങളുടെയും വ്യക്തികളെയും ഒക്കെ വിളിച്ചിട്ട് ഈ യൂട്യൂബ് ചാനലുകാർ പറയും, നിങ്ങളുടെ മോശം വാർത്ത ഇവിടെ കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ ഇടാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഇത്രയും രൂപ തരണം. അങ്ങനെ ഒരു ബ്ലാക്ക് മെയിലിങ്ങും ഇതിനകത്തുണ്ട്. ഞാൻ മനസ്സിലാക്കിയതാണ്. പക്ഷെ നമുക്ക് ഇതിനൊന്നും സമയമില്ല, സാഹചര്യമില്ല. എന്നെപ്പോലുള്ള ഒരാളിന് അത് ചെയ്യാനും പറ്റില്ല. നമുക്ക് ഒരു പക്ഷത്തോടും കയർന്ന് നിൽക്കാനും പറ്റില്ല. BJP ആണോ, സംഘപരിവാറാണോ, കമ്മ്യൂണിസ്റ്റാണോ, കോൺഗ്രസ് ആണോ, അങ്ങനെ നിൽക്കാനും പറ്റില്ല. നമ്മൾ മെരിറ്റ് അനുസരിച്ച് നമുക്ക് പോകാനേ കഴിയൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചാനൽ നിർത്തുന്ന കാര്യം വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സഹപ്രവർത്തകരുമായിട്ടൂടെ ആലോചിക്കുകയാണ്. ഈ ഫോമിൽ എന്തായാലും പോകാൻ ഇന്നത്തെ സാമ്പത്തികം ഞങ്ങളെ അനുവദിക്കുന്നില്ല. പിന്നെ ഇതിൽ ഫിനാൻസ് പാർട്ട്ണറായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഫിനാൻസ് സപ്പോർട്ടൊക്കെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഞങ്ങൾ ഇതിൻ്റെ വരുമാന സ്റ്റേറ്റ്മെൻറ്റും എല്ലാം അറിയിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ കള്ളമാണോ പറയുന്നതെന്നറിയാൻ. അല്ലാതെ നമ്മളിപ്പോൾ ഒരു പബ്ലിക്കായിട്ട് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇടുന്നില്ല. അത് കൃത്യമായി നമ്മൾ ഗൂഗിൾ ഫോം പോലെ നമുക്ക് കിട്ടുന്നതാണ്. എത്ര രൂപ വരുമാനം എന്ന് തുടങ്ങി എല്ലാ ഡീറ്റെയിൽസും, അനലിറ്റിക്കലായിട്ട് എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ വഴി, ലാപ്ടോപ്പ് വഴി കാണാൻ പറ്റും. ഇതിൻ്റെ പാസ്വേഡുള്ള ഞങ്ങൾക്ക് കാണാൻ പറ്റും. അത് നമുക്ക് ഷെയർ ചെയ്യാം. അതൊന്നും വിഷയമുള്ള കാര്യം. കാരണം ഇത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സംവിധാനമായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. നമ്മളൊരു മുതലാളിയല്ല, ചാനൽ മുതലാളിയല്ല, താല്പര്യമില്ല. ജേർണലിസം പഠിച്ചു, ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാനൊരു താല്പര്യമുണ്ട്, അവതരിപ്പിക്കാൻ അറിയാം, സമൂഹത്തിനത് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇടപെട്ടത്. ധാരാളം ചാനലുകളുണ്ട്, പത്രമുണ്ട്. ഇന്നലെ ആരോ ഒരാൾ ആ വാക്കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക, ഞാൻ ബഹിഷ്കരിക്കുമെന്ന കാര്യം ഇട്ടിരിക്കുന്നു. ആരോട് വെല്ലുവിളിക്കുന്നു? നമ്മളോട് വെല്ലുവിളിക്കാൻ എന്താ? ഇപ്പോൾ ഒരാൾ ബഹിഷ്കരിക്കുകയോ കാണാതിരുന്നാൽ നമുക്കെന്താ? ഒന്നുമില്ല. ഇനി നിങ്ങൾക്കില്ലാതെയും വിവരങ്ങൾ കിട്ടും, വേറെ വിവരങ്ങളും ചാനലുകളും ഒക്കെ കിട്ടും. അവർ കാര്യങ്ങൾ പറയട്ടെ. പക്ഷേ കണ്ടിന്യൂസ് ആയി, തുടർച്ചയായി വിഷയങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യുകയും അതിലൊരു റിസൾട്ട് ഉണ്ടാകുന്നതുവരെ അതിൻ്റെ പുറകെ നിൽക്കുകയൊക്കെ ചെയ്യുന്നൊരു കൾച്ചർ ഞങ്ങൾക്കുണ്ട്. അത് എത്ര പേർക്കുണ്ടെന്ന് നമുക്കറിയില്ല. ഞങ്ങൾക്ക് എന്തായാലും അങ്ങനത്തെ കൾച്ചറുണ്ട്. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വേറെ ആഡിയൻസിനെ നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു പ്രശ്നവുമുണ്ട്. ഇത് സർവീസ് ചാനലാണ്, അല്ലെങ്കിൽ ഇത് അംഗനവാടി ചാനലാണ്, അല്ലെങ്കിൽ ഇത് പരിസ്ഥിതി ചാനലാണ്, അല്ലെങ്കിൽ ഇത് ഇന്ന ആത്മീയ ചാനലാണ്, ഞങ്ങൾ കാണണ്ട എന്ന് പറഞ്ഞ് നമുക്ക് ഒരുപാട് ആളുകളെ നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ബാക്കപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ. ഇത് കൃത്യമായി നമ്മുടെ പ്രേക്ഷകർ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ 57,000 പേരോളം ഇതിനകത്തുണ്ട്. കുറച്ച് പേർ മെമ്പർഷിപ്പ് എടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് പേർ എല്ലാ മാസവും ചെറിയ തുക മെമ്പർഷിപ്പിനത്തിൽ എപ്പോഴും പുതുക്കണ്ട. ഒരു മാസം എടുക്കാൻ 99 രൂപ അല്ലെങ്കിൽ 199 രൂപയൊക്കെയാണ് ഇതിൻ്റെ പല മെമ്പർഷിപ്പ് ഫീസ് ഉള്ളത്. അപ്പോൾ അത് മെമ്പർഷിപ്പ് നിങ്ങൾക്ക് എടുക്കാൻ, മെമ്പർഷിപ്പ് എന്നുള്ള നിലയിൽ, ഒരു സംഭാവന എന്നുള്ള നിലയിൽ മെമ്പർഷിപ്പ് എടുത്തിരുന്നെങ്കിൽ 1000 പേരോ 2000 പേരോ 10000 പേരോ ഒരു മാസം എടുത്താൽ, അടുത്ത മാസം ഇങ്ങനെ മാറി തിരിഞ്ഞെടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ സപ്പോർട്ടാവും. പക്ഷേ ആ സപ്പോർട്ട് ഇല്ലാതെ ഇനി വാഴ കുലയ്ക്കില്ല. ഇത് വളരെ സന്തോഷത്തോടു കൂടി പറയുന്നതാണ്. കാരണം പാട്ട് നന്നായിരിക്കുമ്പോൾ, സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുന്നതും ഒരു തിയറി ആണല്ലോ. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒരു ഹൈ പിച്ചിലേക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് ഇനിയും വലിയ ബേഡൻ, ഫിനാൻഷ്യൽ ബേഡൻ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ഞങ്ങളുടെ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. നിങ്ങളുടെ ഏത് സംശയവും ഞങ്ങളുടെ മൊബൈൽ നമ്പറിൽ വിളിച്ചാൽ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഞാൻ ഇന്നലെ എൻ്റെ വാട്സപ്പിൽ ഞാനൊരു കുറിപ്പിട്ടു, ചാനൽ നിർത്തുന്നു. അപ്പോൾ തന്നെ നിരവധി പേർ, എന്ത് പറ്റി സാർ, എന്താ അങ്ങനെ നിർത്തുന്ന, കഷ്ടമാണ്, നിർത്തരുത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചൊരു വീഡിയോ ചെയ്യാം, അവർക്ക് ഉൾപ്പെടെ അയച്ചു കൊടുക്കുക. സ്റ്റാറ്റസും കൂടെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാമല്ലോ എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. എന്തായാലും തൽക്കാലം ഇങ്ങനെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഓണം കഴിയുമ്പോഴാണ് നമ്മൾ ബാക്കി അനാലിസിസ് നടത്തുന്നത്. കൃത്യമായ വരുമാനം വരാതിരുന്നാൽ തീർച്ചയായിട്ടും ഓണം കഴിയുമ്പോൾ സുഭാഷിതം ചാനൽ താൽക്കാലികമായിട്ടെങ്കിലും നമുക്ക് നിർത്തേണ്ടി വരും.